ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിഷു ആശംസകൾ. ഇന്ന് വിഷുവിൻ്റെ സ്പെഷ്യലായിട്ടേ അടപ്രഥമൻ്റെ ഒരു റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ 150 ഗ്രാം അടയാണ് എടുത്തേക്കുന്നത്. ഇനി ആ അടയൊന്ന് റെഡിയാക്കി ഒന്ന് എടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് അത് നല്ലവണ്ണം അങ്ങോട്ട് തിളപ്പിച്ചെടുക്കണേ. അതങ്ങോട്ട് തിളച്ചങ്ങോട്ട് വരുമ്പോഴേക്കേ ആ അടയുണ്ടല്ലോ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അത് മുഴുവനും അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യണേ. അത് നല്ലവണ്ണം ഒന്ന് തിളച്ചങ്ങോട്ട് വരുമ്പോഴേക്ക് ആ തീ ഒന്ന് ഓഫ് ചെയ്തിട്ടേ നമുക്കൊന്ന് അടച്ചങ്ങോട്ട് വെക്കണേ. അതൊന്ന് റെഡി ആയിട്ട് അങ്ങോട്ട് വരാനായിട്ട്. ഇനി ആ അട ഒന്ന് തണുക്കാനായിട്ടൊന്ന് വെക്കാം. അല്ലെങ്കിൽ അതിലെ വെള്ളം, ആ ചൂട് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കഴിഞ്ഞിട്ടേ തണുത്ത വെള്ളം ഒഴിച്ചൊരു 3-4 പ്രാവശ്യം നല്ലവണ്ണം ഒന്ന് കഴുകി എടുക്കണം. കാരണം ഈ അടയിൽ ഈ കാടിയുടെ ചുവയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് വേണം നമുക്ക് ഈ പായസം വെക്കാനായിട്ട്. അതെല്ലാം അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. നല്ലവണ്ണം കഴുകി അതൊക്കെ ഊറ്റി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക്, ഈ അടയിലേക്ക് നമ്മൾ തേങ്ങ പിഴിയുമ്പോഴേക്ക് ആദ്യത്തെ 1-ാം പാൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടേ ആ 2-ാം പാൽ അങ്ങോട്ട് എടുക്കണം. എന്നിട്ട് ഈ അടയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലവണ്ണം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ചേർക്കാം. ഇത് നല്ലവണ്ണം കൊണ്ട് തിളച്ച് അട ശരിക്കും ഒന്ന് അങ്ങോട്ട് വേവാനായിട്ടൊന്ന് വെക്കണം. ഈ 2-ാം പാലിൽ കിടന്ന് ഈ അട ഒന്ന് തിളച്ച് അങ്ങോട്ടൊന്ന് കുറുകി അങ്ങോട്ട് വരണേ. അതിപ്പോൾ അവിടെ അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്ക് ഇതിലേക്കുള്ള ശർക്കര ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനൊരു ഉണ്ട ശർക്കരയാണ് എടുത്തേക്കണത്. അപ്പം 150 ഗ്രാം അടയാണുള്ളത്. ഈ ഉണ്ട ഒരു ശർക്കര 450 ഗ്രാമോളം ഉണ്ടാവും. അങ്ങോട്ടൊന്ന് പൊടിച്ചിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് ശർക്കര നല്ലവണ്ണം അങ്ങോട്ടൊന്ന് ഉരുക്കി അങ്ങോട്ട് എടുക്കണേ. ഇത് തേങ്ങാപ്പാലിൽ കിടന്ന് നല്ലവണ്ണം അങ്ങോട്ട് തിളച്ച് അങ്ങോട്ട് കുറുക്കി അങ്ങോട്ട് വന്നുണ്ട് അട. ശർക്കര അതുപോലെ തന്നെ അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വന്നിണ്ടേ. ശർക്കര നല്ലവണ്ണം അങ്ങോട്ട് ഉരുക്കി റെഡി ആയിട്ടുണ്ടേ. നമ്മൾ ഈ പായസമൊക്കെ വെക്കാനായിട്ട് ശർക്കര എപ്പോഴും ഉരുക്കി എടുക്കുന്നതാണ് നല്ലത്. അതിലെ കരട് അങ്ങോട്ട് അരിച്ചങ്ങോട്ട് കളയാം. അതുപോലെ തന്നെ ശർക്കര ഉരുക്കിയെടുക്കുമ്പോഴേ എൻ്റെ ആ ഒരു കുത്തൊക്കെ മാറിക്കോളും. അല്ലെങ്കിൽ പായസത്തിലേക്ക് ശർക്കര നേരിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും അതിൻ്റെ ആ കുത്തുമണമൊക്കെ മാറാനായി. ഇപ്പം പായസം വെച്ചെടുക്കാനും ടൈം കുറേ എടുക്കും. ഈ അടയൊക്കെ അങ്ങോട്ട് കുറുകി അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ശർക്കര ഒരു അരിപ്പയിൽ വെച്ച് അരിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണേ. അത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ ആ ശർക്കരയുടെ ഒരു പച്ചമണോ അതുപോലെ ആ ശർക്കരയുടെ കുത്തൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ അങ്ങോട്ട് തിളച്ച് അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരണം. തിളച്ച് കുറുകി അങ്ങോട്ട് വന്നേ. ഈ ശർക്കര അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാലേ ഒന്ന് തിളച്ച് വന്നവരെയും ഇടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ അടി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ വല്ലപ്പോഴും ഒന്ന് ഇളക്കിയാൽ മതി. അതങ്ങോട്ട് കുറുകി അങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1-ാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചെറിയ തീയിലങ്ങോട്ട് വെച്ച് അതങ്ങോട്ട് കുറുക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം അങ്ങോട്ട് കുറുകി അങ്ങോട്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ആ പിഴിഞ്ഞ് വെച്ച 1-ാം പാലുണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് ആ തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് ഒന്ന് അടച്ചങ്ങോട്ട് വെക്കാം. ഇനി ഈ പായസത്തിലേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ കശുവണ്ടിയും നെയ്യിലങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് വറുത്ത് ചേർത്ത് അങ്ങോട്ട് കൊടുക്കണേ. ഒന്നങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തിട്ടേ കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടച്ചങ്ങോട്ട് വെക്കണം. കുറച്ച് നേരം അങ്ങോട്ട് അടച്ചു വെക്കുമ്പോഴേക്കും നമ്മുടെ പായസം നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് റെഡിയാവും. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളൊന്ന് ഇന്ന് തന്നെ ഒന്ന് വെച്ച് നോക്കണേ. നല്ല അടിപൊളിയാണ്. നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ കമൻ്റ് അടിക്കാനും മറക്കരുതേ. ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിഷുദിന ആശംസകൾ.